ഇവര് ഒരു സൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇത് മോണോളിത്തിക് സ്ട്രക്ചറാന്നൊക്കെ പറയുന്നുണ്ട്. ഓൾഡ് സ്ട്രക്ചർ, ന്യൂ സ്ട്രക്ചർ. ഓൾഡ് സ്ട്രക്ചർ സുർക്കി കോൺക്രീറ്റ് കൊണ്ട്, ന്യൂ സ്ട്രക്ചർ M30 കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ആനയാടും പോലത്തെ വ്യത്യാസമുള്ള രണ്ട് സ്ട്രക്ചർ മോണോലിത്തിക് സ്ട്രക്ചറാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവര് ഈ സയൻസ് അറിയാൻ പാടില്ലാത്ത ജഡ്ജസിനെ ഉണ്ടല്ലോ ഫൂൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? നന്നായി ഫൂൾ ചെയ്യുന്നുണ്ട്. ഇവർക്കറിയാം ഈ പറഞ്ഞ PMF ഫിക്സേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ജഡ്ജസിന് അറിയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ജഡ്ജസിനെ നന്നായിട്ട് ഫൂൾ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. സർ, ഇതിപ്പോ ROV റിമോട്ട് ഓപ്പറേറ്റ് വെഹിക്കിൾ വഴിയാണ് ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ആ ഒരു റോബോട്ടിക് മെഷീനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു. കിട്ടിയ ഇൻഫറൻസ് കൊണ്ടുവന്ന് എങ്ങും ഹാജരാക്കിയില്ല. അതാണ് നെഗറ്റീവ് ഇൻഫറൻസ്. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ROV അതൊക്കെ അവർ ചെയ്തോളും. നമ്മളതിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് കൃത്യമായി ചെയ്ത് കൃത്യമായ ഫലങ്ങളാണ് അതൊക്കെ. അത് ആ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് സയൻസ് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഇതുവരെയും ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പുറത്ത് ഒരു മനുഷ്യർക്കും അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും? എല്ലാം അറിയാം. ഇത് ഡോക്യുമെന്റ് കോപ്പി കിട്ടും. ഇപ്പൊ ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ ഡോക്യുമെന്റ് ഞാൻ തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. വിഷയമൊന്നുമില്ല. ഇത് വിവരാവകാശം വെച്ച് ആ സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ തരും. ഇത് പുറത്തറിയാത്തത് ഇത് സർക്കാർ കൊണ്ടൊന്നും സുപ്രീം കോടതി ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഹാജരാക്കിയെങ്കിൽ ജനങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ സാധനം അവിടെ ഉണ്ട്.